നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കിനോവ പുലാവാണ്. ഒരു സിമ്പിൾ ആൻഡ് ഈസി കിനോവ പുലാവ് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. അപ്പോൾ നമുക്ക് പുലാവ് റെഡിയാക്കാം. അതിന് മുമ്പ് കിനോവ ഒന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് കിനോവ. അപ്പോൾ ഇതൊരു ന്യൂട്രീഷ്യസ് സൂപ്പർ ഫുഡാണ്. വെയിറ്റ് ലോസ് ടൈമിൽ നമുക്ക് ചോറിന് പകരം ഇത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് കിനോവ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുപോലെ കഴുകണം. ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് വേറെ വെള്ളം എടുത്ത് ഒന്നും കൂടി കഴുകിയെടുക്കാം. ഇപ്പോൾ ഒരു പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി വെള്ളം ഒഴിച്ച് വീണ്ടും കഴുകുക. അപ്പോൾ ഇത് പ്രോട്ടീൻ റിച്ച് ആണ്. അതുപോലെ മാഗ്നീസ്, ഫോസ്ഫറസ്, കോപ്പർ, ഫോലേറ്റ്, അയൺ, മഗ്നീഷ്യം, സിങ്ക് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കഴുകിയിട്ട് വെള്ളം കളയണം. ഇനി വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 10-15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം കിനോവ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ച കിനോവ സോട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ കിനോവ വേവിക്കുമ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മുടെ ഡ്രൈ മസാലാസൊക്കെ ഇട്ടിട്ട് ആണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കാണാം. അപ്പോൾ കിനോവ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ഡ്രൈ മസാലാസ്. അപ്പോൾ ഞാനിവിടെ 4 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് ജാതിപത്രിയുടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ പീസ് പട്ടയും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വെള്ളം കളഞ്ഞ കിനോവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കിനോവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെടുത്തത് 1 കപ്പ് കിനോവയായിരുന്നു. അപ്പോൾ അതിന് വേകാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് അതേ കപ്പിൽ അളന്നെടുത്ത 1.5 കപ്പ് വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ അത് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കതൊന്ന് അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുലാവിനൊക്കെ ഈ വേവ് മതി. കുറച്ചും കൂടി റൈസ് പോലെ കഴിക്കണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 1.5 കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത അളവിന് 1 കപ്പ് കിനോവയ്ക്ക് 1.5 കപ്പാണ് ഇതുപോലത്തെ വിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്. കുറച്ചും കൂടി നന്നായിട്ട് വേവണമെങ്കിൽ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ഇത് വേവിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത്, സിമ്മിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. കണ്ടോ, നല്ല വിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിയിട്ട് അപ്പോൾ പുലാവിന് വേണ്ടിയിട്ട് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി, പുതിനയിലയും മല്ലിയിലയും കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് ചെയ്ത് വന്നിട്ട് നമുക്ക് പുലാവ് ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വീണ്ടും 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു വഴനയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ പുലാവിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, കുറച്ച് ക്യാപ്സിക്കം, ഒരു ചെറിയ സവാള ചെറുതായിട്ട് മുറിച്ചതാണ്. അപ്പോൾ ഇട്ട് കൊടുത്ത വഴനയില ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം സവാള ഇട്ട് കൊടുക്കാം. കിനോവ ഭയങ്കര ഹെൽത്തിയാണ്. കിനോവ വെച്ചിട്ട് പല വെറൈറ്റീസ് ഡിഷസ് നമുക്ക് ചെയ്തെടുക്കാം. കിനോവയുടെ ഇഡ്ഡലി, അതുമാതിരി ഇതുപോലെ തന്നെ നമുക്ക് ബിരിയാണി റെഡിയാക്കാം. ലെമൺ റൈസ് ചെയ്യില്ലേ, ലെമൺ റൈസ് പോലെ ലെമൺ കിനോവ ഉണ്ടാക്കാം. അങ്ങനെ പല വെറൈറ്റീസ് നമുക്ക് കിനോവ വെച്ചിട്ട് ചെയ്യാം. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മല്ലിയില, പുതിനയില, പിന്നെ ഒരു 1/4 സ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടിയും ഇത് നന്നായിട്ട് വഴിച്ചെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക്
അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ചേർക്കാം. ചിക്കൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ചിക്കൻ വേവിച്ച ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ കിനുവ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ അതിനാവശ്യമുള്ള ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരു 1/4 കപ്പ് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വേവിച്ച കിനുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഇതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കിനുവ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് തൈരും സവാളയൊക്കെ ഇട്ട ഒരു സാലഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം. കൂടെ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ധാരാളം ലഞ്ച് നല്ല അടിപൊളിയാവും. അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.